നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് രാജ്യം ഏറെ പഠിക്കാനുണ്ട്. അതിനു മുൻപ് മാനവും മര്യാദയും ലംഘിക്കുന്ന ചില BJP നേതാക്കളും കുറേയൊക്കെ പഠിക്കാനുണ്ട്. അമേഠിയിൽ അംബെ പരാജയപ്പെട്ടതിൻ്റെ നാണക്കേടിൽ നിൽക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ച് MP-യും കേന്ദ്രമന്ത്രിയുമായിരുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ 5 വർഷക്കാലം ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയത് തന്നെ എങ്ങനെയും രാഹുലിനെ അപമാനിക്കണം എന്നതിന് വേണ്ടി തന്നെയാണ്. എന്നാൽ മനസ്സുകൊണ്ട് വലിയ ധനികനായിട്ടുള്ള രാഹുൽ ഗാന്ധി ചെയ്തത് കണ്ടാൽ ഇപ്പോൾ നമ്മൾ നമിച്ചു പോകും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ഇപ്പോൾ മാസം 1 കഴിഞ്ഞതേ ഉള്ളൂ. എന്നിട്ടും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോടും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളോടും അപമാനകരമായിട്ടുള്ള ഭാഷയിൽ നിന്നും അതോടൊപ്പം മോശമായിട്ട് പെരുമാറുന്നതിൽ നിന്നും വിട്ടുനിൽക്കുവാനായിട്ട് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ റായ്ബറേലി MP-യുമായിട്ടുള്ള രാഹുൽ ഗാന്ധി. സ്മൃതി ഇറാനിയെ ആരും അധിക്ഷേപിക്കരുതെന്നും അത് നമുക്ക് ചേർന്ന പണിയല്ല എന്നുമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു മനുഷ്യൻ്റെ ഗുണം അല്ലെങ്കിൽ മനുഷ്യഗുണം എന്ന് പറയുന്നത്. അതില്ലാതെ പോയ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ ചെയ്തതോർത്ത് ഒന്ന് പൊട്ടിക്കരയുന്നത് ഇപ്പോൾ നല്ലതായിരിക്കും. രാഹുൽ ഗാന്ധിയെ ഈ രാജ്യം മുഴുവൻ ഓടിക്കുമെന്നും തോൽപ്പിക്കുമെന്നുമൊക്കെ വലിയ വായിൽ വീമ്പിളക്കിയ നേതാവാണ് സ്മൃതി ഇറാനി. അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിലെ ഒരു കുശലിക്കാരനോട് തോറ്റു തൊപ്പിയിട്ട് നാണം കെട്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ജയവും തോൽവിയും ജീവിതത്തിൽ സംഭവിക്കും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ശ്രീമതി സ്മൃതിയോട് അപകീർത്തികരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും അതോടൊപ്പം തന്നെ മോശമായിട്ട് പെരുമാറുന്നതിൽ നിന്നും വിട്ടുനിൽക്കുവാനായിട്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. സ്മൃതി ഇറാനിയോ മറ്റേതെങ്കിലും നേതാവോ ആയിക്കൊള്ളട്ടെ, ആളുകളെ അപമാനിക്കുകയും അതുപോലെ തന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ബലഹീനതയുടെ ലക്ഷണമാണ്. അത് ഒരു ശക്തിയല്ല, അത് കോൺഗ്രസിന് ചേരുന്നതല്ല എന്നാണ് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ അരങ്ങേറ്റക്കാരനുമായിട്ടുള്ള കിഷോരിലാൽ ശർമ്മയോട് സ്മൃതി ഇറാനി 1,60,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെട്ടത്. തൻ്റെ ഈ ഒരു വലിയ നഷ്ടത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്മൃതി ഇറാനി എല്ലാ BJP പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ അനുഭാവികൾക്കും അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെയും പാർട്ടിയുടെയും സേവനത്തിൽ അങ്ങേയറ്റം അർപ്പണബോധത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും പ്രവർത്തിച്ചവരോടൊക്കെ നന്ദി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. വോട്ട് നൽകിയവരെയും അതോടൊപ്പം തന്നെ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിച്ചതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോടും തനിക്ക് നൽകിയ സഹകരണത്തിന് അവർ നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്മൃതി ഇറാനി 5 വർഷം അഹങ്കാരത്തിൽ ഉറഞ്ഞു തുള്ളിയപ്പോൾ നടത്തിയ ആ അധിക്ഷേപകരമായിട്ടുള്ള പ്രകടനങ്ങൾ അത് മറക്കാനായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര പെട്ടെന്ന് കഴിഞ്ഞിരുന്നില്ല. അവർ സ്വാഭാവികമായിട്ട് സ്മൃതിക്കെതിരെ തിരിച്ചടിച്ചു. പക്ഷേ അത് കോൺഗ്രസിൻ്റെ പാരമ്പര്യം അല്ലെന്നും അതോടൊപ്പം തന്നെ BJP നേതാക്കൾ നടത്തുന്ന മര്യാദകേട് അത് നമ്മൾ ആവർത്തിക്കരുതെന്നും ഒന്നും പകരം വയ്ക്കാനില്ലാത്ത വളരെ പക്വതയുള്ള വാക്കുകളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ട നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ BJP നേതാക്കളെയോ അല്ല, രാഹുൽ ഗാന്ധി എന്ന ആ വലിയ മനുഷ്യൻ്റെ ആ ഹൃദയവിശാലതയാണ് ഇനി രാജ്യം പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് രാജ്യം ഇപ്പോൾ നമിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.